ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്വന്തം മിസ്റ്റേക്കുകളിൽ നിന്ന് ലേൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമ്മൾ പല സ്റ്റോക്കുകളും ഇവിടെ സ്റ്റഡി റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞതിന് ശേഷം ആ സ്റ്റോക്കുകൾ മേലിലോട്ട് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എഗൈൻ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ആ സ്റ്റോക്ക് ഞാൻ ഇന്ന ലെവലിൽ സംസാരിച്ചതാണ്, ആൻഡ് ഇപ്പം നോക്കാൻ നേരത്തെ അത് ഇന്ന ലെവലിൽ എത്തിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ താഴോട്ട് പോയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ആൻഡ് ആ സ്റ്റോക്കുകളിൽ നിന്നാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ലെസൺ കിട്ടുന്നത്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ പാടില്ല, ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. മുന്നോട്ട് പോകുമ്പോഴത്തേക്കെങ്കിലും അതുപോലെയുള്ള സ്റ്റോക്കുകൾ എടുക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തന്നെ ഈ താഴോട്ട് പോയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ലെസണാണ് ഇന്ന് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റഡി ആയിട്ട് പറഞ്ഞതിന് ശേഷവും സ്റ്റോക്കുകൾ ഒരുപാട് താഴോട്ട് ഇടിഞ്ഞ് പോയിട്ട് ആ സ്റ്റോക്കുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലെസൺസ് ആണ് കിട്ടിയത്, ഇനി അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് ഇന്ന് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് വരാം. നിഫ്റ്റി ഇന്ന് നോക്കാൻ നേരത്ത് ഏകദേശം 0.74% ഡൗൺ സൈഡിലോട്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് തന്നേക്കുന്നത്. അതേ കണക്കിന് സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കാൻ നേരത്ത് 0.41% ഡൗൺ സൈഡ് കൂടിയിട്ടാണ് ഇന്ന് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ക്ലോസിംഗ് തന്നേക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ നമ്മൾ ഓവറോൾ നോക്കാൻ നേരത്ത് ഇന്നലെ അത്യാവശ്യം ബുള്ളിഷായിട്ടാണ് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നിന്നെങ്കിലും ഇന്ന് കുറച്ചൊരു സ്ലഗിഷ്നെസ് നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏണിംഗ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല കമ്പനികളുടെയും ഏണിങ്സ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് വരുന്നില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ഷെയർ പ്രൈസിൻ്റെ അകത്ത് റണ്ണപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പല സ്റ്റോക്കുകൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് ഏണിങ്സ് കൊണ്ടുവരുന്നില്ല. അതിൻ്റെ രീതിയിലുള്ളൊരു ചെറിയൊരു സ്ലഗിഷ്നെസ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തായതുകൊണ്ട് ഇടയിലിടയിൽ ഇതുപോലുള്ള ഫേസസ് വരുന്നതായിരിക്കും. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു 3-4 ആഴ്ചയിൽ കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കവർ ചെയ്ത് നല്ല രീതിയിൽ പെർഫോമൻസിലോട്ട് എഗൈൻ നിഫ്റ്റി കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈഡ് വേസോ അല്ലെങ്കിൽ ഒരു സ്ലഗിഷ്നെസ് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിലാണ് ഒരു ബുൾ മാർക്കറ്റ് പെർഫോം ചെയ്ത് പോകുന്നത്. നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ തന്നെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പോലും ഇവിടെ നമുക്കിത് സെയിം ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ചാർട്ട് തന്നെ നോക്കാം. 2023 മാർച്ച് തൊട്ട് നോക്കുകയാണെങ്കിൽ 2023 മാർച്ചിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് പ്രൈസുകളെല്ലാം പെർഫോം ചെയ്ത് ഒരു സെപ്റ്റംബറൊക്കെ റേഞ്ച് ആവുന്നതിന് ശേഷം പിന്നെ ഒരു മാർക്കറ്റ് കുറച്ചൊന്ന് സൈഡ് വൈസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സെപ്റ്റംബർ മുതൽ ഏകദേശം നവംബർ വരെ മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. നവംബർ തൊട്ട് പിന്നെ എഗെയിൻ മാർക്കറ്റ് ഒരു ഫെബ്രുവരി പിന്നെ അപ് ട്രെൻഡ് പോയതിന് ശേഷം ഫെബ്രുവരി മുതൽ ഒരു ജൂൺ മാസം വരെ പിന്നെയും മാർക്കറ്റ് സൈഡ് വേസ് ആണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അടുത്തൊരു അപ്പ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തത്. എഗെയിൻ അടുത്തൊരു സൈഡ് വേസ് ആണ് ഇപ്പം നമ്മൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ കണക്ക് മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് സൈഡ് വേസ് എടുക്കും, പിന്നെ ചെറിയൊരു അപ്പ് സ്പൈക്ക് കാണിക്കും. ഈ രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ മൊമെൻറ്റം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കോർ ടോപ്പിക്കിലോട്ട് വരാം. അതായത് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നമ്മുടെ ഒരു സ്റ്റഡി റെക്കമെൻഡേഷൻ വളരെയധികം തെറ്റായിട്ട് പോയിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് DCX സിസ്റ്റമാണ്. DCX സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റോക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പാറ്റേൺ മേക്ക് ചെയ്തുകൊണ്ട് വന്നൊരു സ്റ്റോക്കാണ്. അതിൻ്റെ നോക്കാൻ നേരത്ത് മാർക്കറ്റിൻ്റെ അകത്ത് അപ്പോൾ ഒരു എമർജിങ് തീമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് അത്യാവശ്യം പോസിറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു തീമിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അത് ഡിഫൻസ് എന്ന് പറയുന്ന തീമിൻ്റെ അകത്ത് വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നമ്മൾ കണ്ട ഒരു സ്റ്റോക്കായിരുന്നു. വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ ഫേവറബിൾ ആയിരുന്നു. സ്റ്റോക്ക് പ്രൈസിൻ്റെ അകത്ത് അധികം റണ്ണപ്പ് കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ചൊരു സ്റ്റോക്കായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് സംസാരിച്ചതിന് ശേഷം ഈ സ്റ്റോക്ക് B കാറ്റഗറിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് B കാറ്റഗറിയിലോട്ട് പോകാൻ നേരത്ത് നമുക്കറിയാം അതിൻ്റെ അകത്ത് പിന്നെ ഇൻട്രാഡേ ട്രേഡ് കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നതായിരിക്കത്തില്ല. നമ്മൾ ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സെറ്റിൽമെൻറ്റ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എക്സിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്തെ ഇൻട്രാഡേ കാര്യങ്ങളൊക്കെ നടക്കാതാകുമ്പോഴത്തേക്കും ഓരോ സ്റ്റോക്കുകളുടെ അകത്തുനിന്നും അതിൻ്റെ അകത്തുള്ള ഇൻട്രാഡേ ട്രേഡേഴ്സ് ഔട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഔട്ടായി കഴിയുമ്പോഴത്തേക്കും ഒരു ബിഗിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ഇൻട്രാഡേ ട്രേഡേഴ്സാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഇല്ലാത്താവുന്നതുകൊണ്ട് തന്നെ ആ ബിഗ് ചിലപ്പോൾ അയാൾ ഓൾറെഡി പൊസിഷനിൽ ഉണ്ടെങ്കിൽ അയാൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിക്സിറ്റ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇനി അതല്ല, അതിൻ്റെ അകത്ത് ബിഗ് ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ബിഗീസ് അതിൻ്റെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല. കാരണം ഇത് B കാറ്റഗറിയിലുള്ള ഷെയർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഷെയറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എങ്ങാനും ഒരു ഓപ്പറേറ്റർ ഓൾറെഡി കയറിയിട്ടുണ്ട്, അയാൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് കൃത്യമായിട്ട് ഇറങ്ങാൻ ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്, അത് B കാറ്റഗറിയിലോട്ട് പോകുന്ന ടൈമുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് കിട്ടണമെങ്കിൽ ഈ സ്റ്റോക്കിന് വളരെയധികം ഹയർ വാല്യൂഷനിലോട്ട് അല്ലെങ്കിൽ ഹയർ ഷെയർ പ്രൈസിലോട്ട് കൊണ്ടുചെന്ന് എത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 100 രൂപയിൽ ഒരു ഷെയർ നിൽക്കുകയാണ്, അയാൾ
അയാൾ ഒരു ബിഗ്ഗി ഇതിൻ്റെ അകത്ത് ഒരു 80 രൂപയിൽ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് സ്റ്റോക്ക് പ്രൈസ് പെട്ടെന്ന് സ്റ്റോക്ക് എന്താ പറയുക ബി കാറ്റഗറിയിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ബിഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ 80 രൂപയിലാണ് അയാളുടെ ബൈ പ്രൈസ്. സ്റ്റോക്ക് ഇപ്പോൾ കറണ്ട് പ്രൈസ് 100 നിൽക്കുന്നത്. അതേ ലിക്വിഡിറ്റി ഇല്ലാതെ ആവുകയാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അയാൾ ആ 100 രൂപയിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ പോയാലും സ്റ്റോക്ക് പ്രൈസ് ഒരു 60 വരുന്നതായിരിക്കും. അപ്പോൾ അയാൾ അതിൻ്റെ അകത്തുനിന്ന് വളരെയധികം ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേറ്റർ അതിൻ്റെ അകത്ത് ട്രാപ്പായി പോവുകയാണ്, ബി കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ ട്രാപ്പായി പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ഈ സ്റ്റോക്കിനെ മാക്സിമം മേളിലോട്ട് ഷൂട്ടപ്പ് ചെയ്യിപ്പിക്കും. എങ്ങനെ ഷൂട്ടപ്പ് ചെയ്യിപ്പിക്കും? ആദ്യം അയാൾ നല്ല രീതിയിൽ ബൈങ് നടത്തും. അതിൻ്റെ കൂട്ടത്തിൽ കുറേ അധികം പോസിറ്റീവ് ന്യൂസുകൾ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഈ മാക്സിമം ഈ സ്റ്റോക്കിനെ മേളിലോട്ട് തന്നെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അതിനൊരു 160 200 250 ഒക്കെ എത്തിച്ചതിന് ശേഷം പിന്നീട് അയാൾ സെല്ലിംഗ് നടത്തുന്നതായിരിക്കും. പിന്നീട് അതിൻ്റെ അകത്ത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് റീറ്റെയിലേഴ്സിൻ്റെ ബൈ ഓർഡർ കാണുന്നതിനനുസരിച്ച് അയാൾ കൃത്യമായിട്ട് സെല്ലിംഗ് നടത്തുന്നതായിരിക്കും. ആൻഡ് അയാൾക്ക് ആ സ്റ്റോക്ക് വളരെയധികം പ്രോഫിറ്റ് തന്നെ എക്സിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി കാറ്റഗറിയിലുള്ള സ്റ്റോക്ക് ആക്ച്വലി മൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പ് സൈഡിലോട്ടാണെങ്കിലും ഡൗൺ സൈഡിലോട്ടാണെങ്കിലും ഹെവി ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ആസ് എ റീറ്റെയിലർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വലിയൊരു അലോക്കേഷനിൽ നമുക്ക് ഒരിക്കലും പാടില്ല. ഒരു വലിയൊരു അലോക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്നി അതിനെ പൊസിഷൻ സൈസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം ഇത് വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് DCX സിസ്റ്റമാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഉണ്ടായിരുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് ഇതിലോട്ട് പോവുകയാണ് ബി കാറ്റഗറിയിലോട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വരുന്ന ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് HP അഡ്വൈസീസ് ആണ്. നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ ഫസ്റ്റിലേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് HP അഡ്വൈസീസ്. HP അഡ്വൈസീസിനും അതേ കണക്ക് തന്നെ ആൻ്റണി വെസ്റ്റ്, ഈ രണ്ട് സ്റ്റോക്കുകളാണ് നമ്മൾ ഒരേ കണക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻ്റണി വെസ്റ്റ് അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ചൊന്ന് പേഷ്യൻ ടെസ്റ്റ് ചെയ്തെങ്കിലും തിരിച്ചത് മേലോട്ട് തന്നെ കയറി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് HP അഡ്വൈസീസ് നോക്കാൻ നേരത്ത് നമ്മൾ എവിടെയാണോ പറഞ്ഞത് ആ പർട്ടിക്കുലർ ലെവലിലൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് ഈ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൻ്റെ ഇടയിൽ മറ്റ് പല സ്റ്റോക്കുകളും ഒരുപാടധികം കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിന് ഒരു രീതിയിലുള്ള അപ്സ്പൈക്കും കാണുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു ഫിക്സഡ് ടൈം ആകുമ്പോഴത്തേക്ക്, അതായത് 1 മാസം 2 മാസം നോക്കുന്നു, സ്റ്റോക്ക് മേലിലോട്ട് പോകുന്നില്ല, ബ്രേക്കൗട്ട് തരുന്നില്ല, ആ സ്റ്റോക്ക് പ്രൈസിൻ്റെ അകത്ത് നമുക്ക് സ്ട്രെങ്ത് കാര്യങ്ങളൊന്നും കാണുന്നില്ല, പൊസിഷൻ സൈസ് ചെയ്യുക. എഗെയിൻ സൈഡ് വേസ് ആണ് പോകുന്നത്, പൊസിഷൻ സൈസ് ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ പതുക്കെ അതിനെ പൊസിഷൻ സൈസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എന്നെങ്കിലും അത് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബ്രേക്കൗട്ട് ചെയ്യുകയോ തരികയാണെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് ആ സമയം കൊണ്ട് ഫുൾ പൊസിഷൻസ് പോയാൽ മതിയാവും. അല്ലാത്ത പക്ഷം നമ്മൾ സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പതുക്കെ പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ അകത്ത് വളരെയധികം കാലം ലോക്ക്ഡ് ആയി പോകുന്നതായിരിക്കും. അതാണ് നമുക്ക് ഈ ഒരു HP അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ലേണിംഗ്. ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ എൻട്രി എടുക്കാൻ നേരത്തും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ തിയറീസും ഇതിൻ്റെ അകത്തും ആപ്ലിക്കബിൾ ആയിരുന്നു. അത് നല്ല രീതിയിൽ ക്യാപെക്സ് നടന്നിട്ടുണ്ടായിരുന്നു, ബിഗ്ഗീസ് ബൈങ് നടത്തുന്നുണ്ടായിരുന്നു, ആ കമ്പനിക്ക് നല്ല രീതിയിൽ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ എന്നിരുന്നാലും ഷെയർ പ്രൈസ് പെർഫോം ചെയ്തില്ല. നമ്മളിപ്പോൾ ഒരു കമ്പനി മേടിക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാടധികം കഥകൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഈ ബിസിനസ് ഇന്ന രീതിയിൽ വളരും, ഈ ബിസിനസ് ലോകം മൊത്തം അറിയപ്പെടും, ഇതിപ്പോൾ ഇത്ര ഉണ്ട് നല്ലൊരു പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്, അപ്പോൾ ആ മാനേജ്മെൻറ്റ് ഭയങ്കര ക്രെഡിബിൾ ആണ്, സ്ട്രെങ്ത് ഉള്ള മാനേജ്മെൻ്റ് ആണ്, എന്തൊക്കെ എക്കണോമിയിൽ സംഭവിച്ചാലും അവർ അതിനെ വളർത്തിക്കൊണ്ടുവരും, അതിൻ്റെ മാർക്കറ്റ് ഷെയർ വളരെയധികം ആ കമ്പനിയുടെ പ്രോഡക്റ്റിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഭയങ്കര ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഇതുപോലെ ഒരുപാടധികം കാര്യങ്ങൾ നമ്മളൊരു കമ്പനീനെ അനലൈസ് ചെയ്യാൻ നേരത്ത് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ ഷെയർ പ്രൈസ് മേലോട്ട് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് പെർഫോം ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് ഒരിക്കലും ഈ ഒരു തിയറി കേൾക്കുന്നതായിരിക്കത്തില്ല. മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഷെയർ പ്രൈസ് നോക്കാൻ പാടില്ല എന്നുള്ളൊരു തിയറിയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ബിഗ്ഗീസാണ്. ബിഗ്ഗീസിനെ സംബന്ധിച്ചിടത്തോളം അവരിലുള്ള ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഇതേ കണക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എൻട്രി എക്സിറ്റുകൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു പർട്ടിക്കുലർ തിയറിനെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ആ ബിഗ്ഗി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മാർക്കറ്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ബിഗ്ഗി ആരായിരിക്കും? അതൊരു ഫണ്ട് മാനേജർ ആയിരിക്കും, ഒരു PMS മാനേജർ ആയിരിക്കും, ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ ആയിരിക്കും, അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിനായിരിക്കും നിങ്ങളിവിടെ ഒബിയസ്ലി റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൈസ കൊടുക്കുന്ന ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് അയാൾക്ക് എപ്പോഴും പറയാനുള്ള റീസൺ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ സ്റ്റോക്കുകളിൽ തന്നെ ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കണം, നിങ്ങൾ ഈ പറയുന്ന ഫണ്ടിൻ്റെ അകത്ത് ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ എന്ന് അയാൾക്ക് എപ്പോഴും പറയാനുള്ള റീസൺ ഉണ്ടായിരിക്കണം. ആൻഡ് ഈ പറയുന്ന തിയറി അയാൾക്ക് ആ റീസൺ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അയാൾ അതിനെ മാറ്റി പറയത്തില്ല. അയാൾ എപ്പോഴും ആ ഒരു തിയറി ആയിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങളിവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പർട്ടിക്കുലർ ബിഗ്ഗീസ് ഒക്കെ അവരുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ അവരാദ്യമായിട്ട് മാർക്കറ്റിനകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവരെങ്ങനെയാണ് സ്റ്റോക്കുകൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഏത് രീതിയിലാണ് സ്റ്റോക്കുകളുടെ അകത്ത് എൻട്രി എക്സിറ്റുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഇത് വാറൻ ബഫറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പുള്ളിയുടെ ആവറേജ് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ബസ്മേശ്വരി നോക്കുക, വേറെ മധുസൂദൻ കേരള നോക്കുക, അങ്ങനെ ഒരുപാടധികം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിനകത്തുണ്ട്. ഇവരെല്ലാം തന്നെ ഇവരുടെ സ്റ്റാർട്ടിംഗ് പീരീഡിൽ ഇവരെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നോക്കുക. സ്റ്റാർട്ടിംഗ് പീരീഡിൻ്റെ അകത്ത് ഇവരെല്ലാവരും തന്നെ ഒരുപാടധികം സ്റ്റോക്കുകൾ ചേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു ഇൻവെസ്റ്റിംഗ് ലൈഫ് പീരീഡിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ 1-2 മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അവരറിയപ്പെടുന്നത് ആ ഒരു പർട്ടിക്കുലർ മൾട്ടി ബാഗർ സ്റ്റോക്കുകളുടെ പേരിലാണ്. അതിൻ്റെ റീസൺ എന്താണ്? അവർ പറയുന്ന ഈ പർട്ടിക്കുലർ തിയറീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെയാണ് ആ തിയറീസ്? ഒന്നെന്ന് പറയുന്നത് ലോങ് ടൈമിൽ സ്റ്റോക്കുകളുടെ അകത്ത് ഇൻവെസ്റ്റഡ് ആയിരിക്കുക, ഒരുപാടധികം ചേണിങ് കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുന്ന തിയറിയും, അതേ കണക്കിന് രണ്ടാമത് ഡൈവേഴ്സിഫിക്കേഷൻ, നമുക്ക് ഒട്ടനവധി സ്റ്റോക്കുകൾ വേണമെന്നുള്ള ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ തിയറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് അവർ ഓരോ സ്റ്റോക്കുകളിലും വളരെ ഹെവി ആയിട്ടുള്ള അലോക്കേഷൻസ് കൊടുത്ത് അതിൻ്റെ അകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ തിയറീസിനൊക്കെ നേരെ തിരിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നതൊന്നും അവരുടെ സ്റ്റാർട്ടിംഗ് പീരീഡിൽ ചെയ്തത് വേറൊരു കാര്യമാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അൽകാർഗോ ടെർമിനൽസ് ആണ്. ഈ അൽകാർഗോ ടെർമിനൽസും അതേ കണക്കിന് സംഹി ഹോട്ടൽസ്, ഇത് രണ്ടിലും ഒരേ ലേണിംഗ് ആണ് നമുക്കുള്ളത്. ഈ രണ്ടിലും ഉണ്ടായിരിക്കുന്ന ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് തരുന്നു, മേലോട്ട് കയറി പോകുന്നു, മേലോട്ട് കയറിപ്പോയതിന് ശേഷം തിരിച്ച് താഴോട്ട് വന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് ആ സ്റ്റോക്ക് അഗൈൻ ഒരു ബേസ് ക്രിയേഷനിലോട്ട് പോവുകയാണ്, നമ്മൾ പൊസിഷൻ സൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ സൈസ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ബേസിൻ്റെ ഒരു ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ചില സ്റ്റോക്കുകൾ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു 10-15% അത് ഉണ്ടാക്കിക്കുന്ന ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒന്ന് താഴോട്ട് വന്നതിന് ശേഷം അത് സൈഡ് വൈസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒരുപാടധികം അങ്ങ് പൊസിഷൻ സൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതില്ല, നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ചില സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അൽകാർഗോ ടെർമിനൽസിൽ തന്നെ നോക്കുക, അത് ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം 80 രൂപ അടുപ്പിച്ചൊരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ആ സ്റ്റോക്ക് നിൽക്കുന്നത് 50 രൂപ റേഞ്ചിന് താഴെയാണ് നിൽക്കുന്നത്. അതായത് ആ സ്റ്റോക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഫോൾ എടുത്ത് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകൾ, അതായത് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിലുള്ളൊരു ബേസ് ക്രിയേഷൻ അല്ല പോകുന്നത്, നമ്മുടെ ബൈയിങ് പ്രൈസിനെക്കാട്ടിയും താഴോട്ട് വന്നിട്ടുള്ളൊരു ബേസ് ക്രിയേഷനിലോട്ടാണ് ആ സ്റ്റോക്ക് പോകുന്നതെങ്കിൽ അത് താഴോട്ട് എത്രണ്ട് വരുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ പൊസിഷൻ സൈസ് ചെയ്ത് അതിൽ നിന്ന് ഫുൾ എക്സിറ്റ് എടുക്കേണ്ടതാണ്. ഇനി അടുത്തെങ്ങാനും അത് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അടുത്ത ബ്രേക്കൗട്ട് തരുമ്പോൾ മാത്രം നമ്മൾ ആ സ്റ്റോക്കിൻ്റെ അകത്ത് എന്താ പറയുക അടുത്ത ബൈയിങ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഔട്ട് ഹൈ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബൈയിങ് നടത്തിയാൽ മതി. ഇതേ കണക്ക് നമുക്ക് സെയിം ഒരു എക്സാമ്പിൾ തന്നെയാണ് സംഹി ഹോട്ടൽസിൻ്റെ അകത്തും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സംഹി ഹോട്ടൽസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് തിരിച്ച് ഒരു റിവൈവൽ മോഡലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 230 രൂപയ്ക്ക് മേലിലോട്ട് വരെ പോയിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് താഴോട്ട് വന്നപ്പോഴത്തേക്കും 180 രൂപ വരെ അടുപ്പിച്ച് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ബേസാണ് അവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബേസിൻ്റെ ബ്രേക്കൗട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ റൈറ്റ് സൈഡിലോട്ട് വന്ന് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആവുന്ന വേറൊരു പാറ്റേൺ അതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തൊക്കെ തന്നെ റീ എൻട്രീസ് നടത്തിയാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ റീ എൻട്രീസ് നടത്തണമെന്നില്ല, കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസുകൾ മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതേ കണക്ക് തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അത് ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.